ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒത്തിരി ക്ലയൻസ് എന്നോട് ചോദിച്ച ഒരു ഡൗട്ടിന് ആൻസർ ആയിട്ടാണ് ഇന്നേ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇതിൽ ഈ കസ്റ്റമേഴ്സ് ചോദിച്ചൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം തന്നെ അതായത് വാട്സപ്പിൻ്റെ ഓട്ടോമേഷൻ ടൂൾ യൂസ് ചെയ്യുന്നവരാണ്. ഈ യൂസ് ചെയ്തിട്ട് ഇവർ എൻഗേജ്മെൻറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ വാട്ടിയിലേക്ക് മെസ്സേജ് വരുന്നില്ല. എന്നാൽ ആഡ്സ്മെൻറ്റിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് ലിങ്കുകളിലേക്ക് കാണുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒരുപാട് പേര് ആ മെസ്സേജിന് റെസ്പോണ്ട് ചെയ്തതായിട്ട് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഡ്സ് മാനേജറിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇതുപോലെ 3 ടാബുകളായിട്ടായിരുന്നു നമ്മൾ ആഡ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. നമ്മൾ ക്യാമ്പയിന്, അതുപോലെ ആഡ് സെറ്റ്, ആഡ്, ഇങ്ങനെ 3 ടാബായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ക്യാമ്പയിന് നമ്മൾ ഏത് ക്യാമ്പയിനാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ട്രാഫിക് ആണോ, മെസ്സേജിങ് ആണോ, സെയിൽസ് ആണോ, ലീഡാണോ, അത് അവയർനെസ് ആണോ, റീച്ച് ആണോ, ഏതാണെന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ആഡ് സെറ്റിലാണ് നമ്മൾ ഓഡിയൻസിനെ സെറ്റ് ചെയ്യുന്നതും ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സാധനമാണ് പെർഫോമൻസ് ഗോൾ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. ഇത് ചിലപ്പോൾ ഡിഫോൾട്ടായിട്ട് ലിങ്ക് ക്ലിക്കായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്, മാക്സിമൈസ് നമ്പർ ഓഫ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇത് തമ്മിൽ ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം. മാക്സിമൈസ് നമ്പർ ഓഫ് കോൺവെർസേഷൻസ് ആണ് കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വി വിൽ ട്രൈ ടു ഷോ യുവർ ആഡ്സ് ടു പീപ്പിൾ മോസ്റ്റ് ലൈക്ലി ടു ഹാവ് എ കോൺവെർസേഷൻ വിത്ത് യു ത്രൂ മെസ്സേജിങ്. അതായത് ഈ നിങ്ങൾ മാക്സിമൈസ് നമ്പർ ഓഫ് കോൺവെർസേഷൻസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ പരസ്യം കാണിക്കുന്നത് നിങ്ങളുടെ ഓഡിയൻസിൽ തന്നെ നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെയാണ് കൂടുതലും കാണിക്കുക. ഓക്കെ, അതായത് നിങ്ങളൊരു ഓഡിയൻസിനെ സെറ്റ് ഉണ്ടാവും, ഇന്ന ഇൻട്രസ്റ്റ്, ഇന്ന ഏജ് റേഞ്ചിലുള്ളതെന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പരസ്യം കാണുന്ന സമയത്ത് കൂടുതലും അതിൽ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുന്നവരുണ്ടാവും, ആ ഒരു ബിസിനസ്സുമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ കൃത്യമായിട്ട് ഫേസ്ബുക്ക് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ചാറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരെ ആയിരിക്കും കൂടുതലും കാണിക്കുക. എന്നാൽ നിങ്ങൾ മാക്സിമൈസ് നമ്പർ ഓഫ് ലിങ്ക് ക്ലിക്കാണ് വരുന്നതെങ്കിൽ അവിടെ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, വി വിൽ ട്രൈ ടു ഷോ യുവർ ആഡ്സ് ടു ദി പീപ്പിൾ മോസ്റ്റ് ലൈക്ലി ടു ക്ലിക്ക് ഓൺ ദം. അതായത് പീപ്പിൾസ്, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണിക്കുന്ന അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും കൂടുതലും കാണിക്കുക. ഈ ക്ലിക്ക് ചെയ്യുന്നവർ അപ്പുറം വരണമെന്നില്ല. ചിലപ്പം അതിൽ മെസ്സേജസിൽ നിങ്ങൾ വാട്സപ്പ് എന്നുള്ള ആഡിൽ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യും, വാട്സപ്പിലേക്ക് പോകുന്നത് കാണുമ്പോൾ തന്നെ ഇവരെന്ത് ചെയ്യും, നേരെ ബാക്ക് അടിച്ചാളും. അപ്പോൾ അവരവിടെ വരണമെന്നില്ല. അപ്പം ഈ മാക്സിമൈസ് നമ്പർ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ലിങ്ക് ക്ലിക്സ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ലിങ്ക് ക്ലിക്കുകൾ ഒരുപാട് വരും. പക്ഷെ അവർ ആ വാട്സപ്പിലേക്ക് വരണം എന്നില്ല, അല്ലെങ്കിൽ വാട്ടിയിലേക്ക് വരണമെന്നില്ല. എന്നാൽ മാക്സിമൈസ് നമ്പർ ഓഫ് കോൺവെർസേഷൻസാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരിലേക്ക് കാണിക്കും. അപ്പം നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും കൊടുക്കേണ്ടത് ഇതാണ്. എന്നാൽ കുറച്ച് നാൾ മുമ്പ് വരെ ഈ വാട്ട് യൂസ് ചെയ്യുന്നവർ എന്നോട് മറ്റൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അറിയാവുന്ന കുറച്ച് പേര് എന്നോട് പറഞ്ഞ സാധനം, ഈ മാക്സിമൈസ് നമ്പർ ഓഫ് കോൺവെർസേഷൻസ് കൊടുക്കാൻ പറ്റുന്നില്ല പ്രസാദ്, ഈ ഇങ്ങനൊരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു എറർ വരുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷനെ കുറിച്ച് അറിയാവുന്ന, അല്ലെങ്കിൽ പെർഫോമൻസ് ഗോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനെ കുറിച്ച് അറിയാവുന്ന കുറച്ച് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മെറ്റേൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വന്നൊരു ബഗ്ഗായിരുന്നു, ഒരു എററായിരുന്നു. എന്നാൽ മെറ്റ ഇപ്പോൾ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ വാട്ടിയുടെ നമ്പർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മാക്സിമൈസ് നമ്പർ ഓഫ് കോൺവെർസേഷൻ കൊടുക്കാനും അങ്ങോട്ട് കൂടുതൽ മെസ്സേജസ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ വന്നത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.